ബ്രാൻഡഡ് ഷൂസുകളുടെയും മോഡേൺ ചെരുപ്പുകളുടെയും വിപുലമായ ശേഖരവുമായി അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ്. മിതമായ നിരക്കിൽ പാദരക്ഷകളും ബാഗുകളും ലഭിക്കുന്ന ചേലക്കരയുടെ ഏക സ്ഥാപനം അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ്, ഓപ്പോസിറ്റ് കനറ ബാങ്ക്, മെയിൻ റോഡ്, ചേലക്കര. നീലഗിരിയിലെ കോളേജ് തർക്കം. തട്ടിക്കൊണ്ടുപോയ പ്രവാസി വ്യവസായി VP മുഹമ്മദ് അലിയെ ഒറ്റപ്പാലത്തിനടുത്തുനിന്നും കണ്ടെത്തി. ശരീരം മുഴുവൻ മർദ്ദനമേറ്റ നിലയിൽ. പ്രമുഖ പ്രവാസി വ്യവസായിയും അൽറയാൻ ജിദ്ദ നാഷണൽ ഹോസ്പിറ്റൽ ഗ്രൂപ്പ് ചെയർമാനുമായ VP മുഹമ്മദ് അലിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ നിർണായക വഴിത്തിരിവ്. ഇന്നലെ വൈകിട്ട് തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ കോഴിക്കാട്രി പാലത്തിന് സമീപം തോക്ക് കാണിച്ച് കാറിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ ഇദ്ദേഹത്തെ ഒറ്റപ്പാലത്തിന് സമീപം കോതക്കുറിശ്ശിയിലെ ഒരു വീട്ടിൽ തടവിൽ പാർപ്പിക്കുകയായിരുന്നു. അക്രമികൾ ഉറങ്ങിയ സമയം നോക്കി രക്ഷപ്പെട്ട ശേഷം വ്യവസായി പോലീസിനെ വിവരമറിയിച്ചതിനെ തുടർന്നാണ് രക്ഷാപ്രവർത്തനം വേഗത്തിലായത്. തട്ടിക്കൊണ്ടു പോകലിനിടെ ശരീരം മുഴുവൻ മർദ്ദനമേറ്റ പരിക്കുകളോടെ ഇദ്ദേഹം നിലവിൽ ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണത്തിലാണ്. നീലഗിരിയിൽ കോളേജ് വാങ്ങിയതുമായി ബന്ധപ്പെട്ട ബിസിനസ് തർക്കമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് മുഹമ്മദ് അലി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പട്ടാമ്പി ഭാഗത്തു നിന്നും ചെറുതുരുത്തിയിലേക്ക് പോവുകയായിരുന്ന മുഹമ്മദ് അലിയുടെ വെൽഫെയർ കാറിനെ ഇന്നോവ കാർ ഉപയോഗിച്ച് തടഞ്ഞ ശേഷം തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി കാറിന്റെ ചില്ല് തകർത്താണ് സംഘം ഇദ്ദേഹത്തെ ബലമായി കടത്തിക്കൊണ്ടുപോയത്. വ്യവസായി കൈമാറിയ വിവരങ്ങൾ കേന്ദ്രീകരിച്ച് ചാലിശ്ശേരി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഇന്നലെ വൈകുന്നേരം ഒരു 6 മണി സമയത്താണ് ഇവര് എടുത്ത് കൊണ്ടുപോയത്. അത് ഞങ്ങൾ ഇവിടെ ആ ഒരു സമയം മുതൽ 1 hour 2 hourനുള്ളിൽ തന്നെ ഞങ്ങളെല്ലാവരും പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു. ഞങ്ങൾ നേരം പുലർച്ചെ വരെ ഇവിടെ തന്നെ നിൽക്കായിരുന്നു. അതിനിടയിൽ ഇവർ ഫുള്ള് മദ്യപിച്ചപ്പോൾ ആ ഒരു സമയത്ത് പുള്ളി ഇറങ്ങിപ്പോന്നതാണ്. അവരൊരു വീട്ടിലേക്ക് കൊണ്ടുപോയി ജേഷൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോരാണ് ഉണ്ടായത്. പിന്നെ പള്ളിയിൽ വന്ന് പിന്നെ ആളുകളാണ് ഇങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ട് വന്നിട്ടുള്ളത്. നന്നായി മർദ്ദിച്ചിട്ടുണ്ട്. മേലെ അതിൻ്റെ ഇവിടെയൊക്കെ മുറികളുണ്ട്, മേലിൽ കൂടെയൊക്കെ മുറികളുണ്ട്. ആയുധങ്ങൾ ഉപയോഗിച്ചതുപോലെ വല്ല സംശയങ്ങളും? ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ജേഷൻ പറഞ്ഞത്. കൈകൊണ്ടാണ് പരിക്കെടുത്തത് എന്നാണ് പറഞ്ഞത്. ഇത്തരത്തിലൊരു തട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു മോട്ടീവ് എന്താണെന്നുള്ള മനസ്സിലാക്കുന്നത്? അങ്ങനെ പുള്ളി പറയുന്നത്, അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രശ്നങ്ങളില്ല, ഒരു സംഗതി ഇല്ല. ഭീഷണി അങ്ങനെ വല്ലതും ഇല്ല, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. ഇതിന്റെ മുമ്പൊന്നും ഉണ്ടായിട്ടില്ല. ന്യൂസ് ഡെസ്ക് CCV.